ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്ന് പറയുന്നത് വൈകുന്നേരത്തെ പരിപാടിയും കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ കർക്കിടകമൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് കുറച്ച് ഔഷധ സസ്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈകുന്നേരം സമയം ഒരു 6:30 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വിളക്ക് കത്തിക്കാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വിളക്കല്ല, വിളക്ക് കത്തിക്കാനുണ്ടായിരുന്നു. അങ്ങനെ വിളക്ക് കത്തിച്ചു. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് അമ്മൂസ് വരും കേട്ടോ. അപ്പോൾ വിളക്കെല്ലാം കത്തിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് സസ്യങ്ങളൊക്കെ പറിക്കാൻ പോകണം. അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ആക്കാമെന്ന് വിചാരിച്ചു. നല്ല മഴയൊക്കെ പെയ്തിട്ട് നിൽക്കുന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ വിളക്കെല്ലാം കത്തിച്ചു. പിന്നെ നമ്മൾ ഭസ്മം തൊടും കേട്ടോ. ഭസ്മം ഇട്ടിരിക്കുന്ന കൊട്ടയാണിത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കൊട്ട ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാ. അങ്ങനെ ഞാനിങ്ങനെ ഭസ്മം തൊട്ടു. പിന്നെ അമ്മമ്മ ഉണ്ടായിരുന്നു, അമ്മമ്മയ്ക്കും ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അമ്മൂസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മൂസായിട്ടാണ് ഇതേ പറിക്കാനൊക്കെ പോണത്. വയ്ക്കാനുള്ള 10 സസ്യവും ഞങ്ങളിതേ ഞങ്ങളുടെ പറമ്പിൽ നിന്നും പിന്നെ റോട്ടിൽ നിന്നൊക്കെ ആയിട്ട് പറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗായ്സ്, അമ്മു കുറ്റിക്കാട്ടിൽ എന്തോ പരിപാടി എടുക്കുന്നു. അങ്ങനെ പുല്ല് പറിച്ച് നമ്മൾ റോഡിന്റെ അറ്റം വരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ റോഡിൽ നിന്നും കുറച്ച് പറിക്കാനുണ്ടായിരുന്നു കേട്ടോ. അത് നമ്മുടെ വീടിന്റെ അങ്ങോട്ടൊന്നുമില്ല. അപ്പോൾ വീടിന്റെ വാതിക്കുള്ള റോഡിന്റെ സൈഡിൽ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കറിവേപ്പിലാണെന്ന് തോന്നുന്നത്. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾ പറിക്കുന്നതിനിടയ്ക്ക് വേറെ എന്തൊക്കെയോ സസ്യം കൂടി കയറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുന്ന് സ്ഥലം മാറ്റി പിടിച്ച്. അപ്പോൾ അവളെ എന്നെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജസ്റ്റ് അറിയാത്തവർക്ക് കൂടി പ്രയോജനമാവുമല്ലോ. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറി. ഞങ്ങൾക്ക് കടയിലും കൂടി പോകണമായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കയ്യിൽ പൈസ ഇരിക്കുന്നത്. ഇത് ഈ പുല്ലാണ് നമ്മളിപ്പോൾ പറിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ രണ്ടാമത്തെ പുല്ല് കെട്ടി നമ്മൾ അടുത്ത കാട്ടിലേക്ക് വേണ്ടി പോകുന്നുണ്ട്. അമ്മു ചെയ്തത് എന്താന്ന് കണ്ടാൽ നിങ്ങൾ ഞെട്ടു. ഇല കാണിച്ച് ഇതാണ് ഉയിഞ്ഞ. ഉയിഞ്ഞ ഇതിന്റെയൊക്കെ പേരാണ് അമ്മയോട് ചോദിച്ചാൽ മതിട്ടാ. അമ്മ പറഞ്ഞത് കറുക, ഉഴിഞ്ഞ. ഉഴിഞ്ഞ, സോറി, ഇതാണ് ഉഴിഞ്ഞ. ഇത് ഉഴിഞ്ഞ. ഇത് ഉഴിഞ്ഞ, കറുക. എന്തൊരു പേര് പഠിക്കപ്പെട്ട. ഇത് നിലമ്പന. എനിക്കറിയാം, എനിക്കത് മാത്രമേ അറിയുള്ളൂ. നിലത്തുണ്ടാവുന്ന പനാന്ന് മാത്രം അറിയൂ. ബാക്കിയുള്ളത് നമുക്ക് പിന്നെ പറിക്കാന്ന് വിചാരിച്ചു. സാധനം മേടിക്കാനുണ്ടായിരുന്നു കേട്ടാ. അപ്പൊ അങ്ങനെ സാധനമൊക്കെ മേടിക്കാൻ പോയി. അടിക്ക് ഫേസ് വേണമെങ്കിൽ ബ്ലറാക്കാം. എന്താ സുഡോ, ഞങ്ങൾ ബ്ലോഗ് എടുത്ത് ഇറങ്ങിയതാടാ. ഞങ്ങളെ ഫാനാണ്. പിന്നെ എന്താ മേടിക്കാനുള്ളത്? ഇനി എന്തൊക്കെയോ എടുക്കാണ്ടായിരുന്നല്ലോ. എന്താ എടുക്കണ്ടേ? എന്താടി? ആമ, മുയൽ ചെവി. അതന്നെ, മുയലല്ലേ, സോറി, ആമ. കിയാർന്നില്ല, കിയാർന്നില്ലല്ലേ, അത് മറ്റേ കഞ്ഞുണ്ണി. അതന്നെ, സോറി, കഞ്ഞുണ്ണി. തലയില് വെളിച്ചെണ്ണ വെക്കണത് എനിക്ക്. കൃഷ്ണകണാന്തി കാണത്തില്ലടാ. പക്ഷെ ഞങ്ങൾ കറക്റ്റാണ് ഗൈസ് ഞങ്ങൾ പൊട്ടിക്കുന്നത്. മഴ പെയ്യുന്നുണ്ട്. ഇതാണ് കൃഷ്ണകണാന്തി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തിരുതാളിയും നമ്മുടെ മുക്കുറ്റി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു. അങ്ങനെ അതും പറിച്ചെടുത്തു. അങ്ങനെ 10 തികച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. അതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടാ.
അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇതുപോലെയൊക്കെ എടുത്ത് ഭസ്മൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സൈഡിലൊക്കെ ആയിട്ട് നമ്മൾ ഇന്നലെ പറിച്ച് വെച്ചത് അറേഞ്ച് ചെയ്ത് വെക്കും കേട്ടോ. കിണ്ടിയും വിളക്കും പലകയും പാത്രവും ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ അറേഞ്ച് ചെയ്ത് വെച്ച് പല വീട്ടിലും പലതുപോലെയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ നമുക്കറിയാവുന്ന പോലെ നമ്മൾ പഠിച്ചതുപോലെയൊക്കെയാണ് ചെയ്യണത്. അപ്പോൾ അങ്ങനെ വിളക്ക് കത്തിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഈ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിലെ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ലവ് യു, ടേക്ക് കെയർ, ബൈ.